So write down this question. For what value of A, if any, will the following system of equations in x, y, and z have a solution? 2x plus 3y equal to 4, x plus y plus z equal to 4, x plus 2y minus z equal to A. Clear ആയിട്ട് വായിക്കുക. ക്വസ്റ്റ്യൻ എന്താണ് മീൻ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. For what value of A, if any, will the following system of equation have a solution? Have a solution. Solution എക്സിസ്റ്റ് ചെയ്യാനുള്ള കണ്ടീഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. കൺസിസ്റ്റന്റ് ആവാനുള്ള കണ്ടീഷൻ. ഹാവ് എ സൊല്യൂഷൻ മീൻസ് കൺസിസ്റ്റന്റ്. സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ കൺസിസ്റ്റന്റ് ആവാനുള്ള കണ്ടീഷനാണ്. എല്ലാവർക്കും അത് ചെയ്ത് നോക്കാം. ഏത് വാല്യൂലാണ് അത് കൺസിസ്റ്റന്റ് ആവുക എന്നുള്ളത് ചെക്ക് ചെയ്യാം. So this is a system of non-homogeneous system of linear equation. Non-homogeneous ആണ്. So form AB, augmented matrix AB. AB form ചെയ്യുക 2 3 0 4 1 1 1 4 1 2 minus 1 A. B, yes. കൃഷ്ണ B ആണ് കിട്ടിയിരിക്കുന്നത്. എല്ലാവരും ഒന്ന് ചെയ്തിട്ട് ആൻസർ സെൻഡ് ചെയ്യൂ. B ആണല്ലേ. B, that is 0 എന്നുള്ള വാല്യൂ ആണ് കിട്ടിയിരിക്കുന്നത്. സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യാനുള്ള കണ്ടീഷൻ. സരിത B, യെസ്. എല്ലാവരും ചെയ്തു നോക്കൂ. എല്ലാവരും മാട്രിക്സിന്റെ റിഡക്ഷൻ ബേസ് ചെയ്തിട്ട് ചെയ്യുക. അതായത് എക്കലൻ ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. മറ്റൊരു മെത്തേഡ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് നോക്കാം. എയുടെ റോസ് നോക്കുമ്പോൾ ഫസ്റ്റ് 2 റോസ് അതിന്റെ ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് തേർഡ് റോ വന്നിരിക്കുന്നത്. എ എന്നുള്ള മെട്രിക്സിന്റെ മാത്രം. എ എന്നുള്ള മെട്രിക്സിന്റെ തേർഡ് റോ R3 ഈക്വൽ ടു R1 മൈനസ് R2. R1 R2. First row R1, second row R2. The third row is 1, 2 minus 1. 2 minus 1, 1. 3 minus 1, 2. 0 minus 1, minus 1. 1, 2 minus 1 എന്ന് പറയുന്നത് R1 minus R2 ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈക്വേഷൻ കൺസിസ്റ്റന്റ് ആവണമെങ്കിൽ ലാസ്റ്റ് വാല്യൂ എ എന്ന് പറയുന്നത് 4 minus 4. That is 0. 0 അല്ലാത്തൊരു വാല്യൂ വന്നാൽ ഈ ഇക്വേഷൻ ഇൻകൺസിസ്റ്റന്റ് ആയിട്ട് മാറും. സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യാത്ത കേസായിട്ട് മാറും. നമ്മൾ രണ്ട് ഇക്വേഷന്റെ ഡിഫറൻസ് എടുക്കുമ്പോൾ ലെഫ്റ്റ് സൈഡ് നമ്മൾ ഡിഫറൻസ് എടുത്തു, റൈറ്റ് സൈഡിൽ എടുക്കണ്ടേ? രണ്ട് ഫസ്റ്റ് ഇക്വേഷന്റെയും സെക്കൻഡ് ഇക്വേഷന്റെയും ഡിഫറൻസ് ആണ് ലെഫ്റ്റ് സൈഡിൽ നമുക്ക് വന്നിരിക്കുന്നത്. എക്സ് പ്ലസ് 2y മൈനസ് സെഡ് എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഇക്വേഷന്റെയും സെക്കൻഡ് ഇക്വേഷന്റെയും ഡിഫറൻസ് ആണ്. റൈറ്റ് സൈഡിൽ നമുക്ക് ആ ഡിഫറൻസ് വരണം. 4 minus 4 it should be 0. A should be 0. ക്ലിയർ ആണോ?
അല്ലെങ്കിൽ നമ്മൾക്ക് ഈ ഒരു മെട്രിക്സിനെ എക്കലൻ ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ അതിനേക്കാൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ ഡിഫറൻസ് നിങ്ങൾ നോക്കുമ്പോൾ R1 minus R2 ആയിട്ടാണ് വരുന്നത്. സോ A should be 4 minus 4 should be 0. So right answer option B. Option B ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഓക്കെ, റൈറ്റ്. ശരി, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Next question, let A be an n by n matrix with the rank R, 0 less than R less than n. Then Ax equal to 0 has P independent solutions, where P is number of independent solutions. So Ax equal to 0 is a homogeneous system of linear equation. Ax equal to 0 is a homogeneous system of linear equation. Option C അല്ലേ അലിയ? റൈറ്റ് ആൻസർ. നമ്മൾ ഓൾറെഡി ഇത് പറഞ്ഞിരുന്നു, നമ്മൾ അതിന്റെ തിയറി ഡിസ്കസ് ചെയ്ത് പറഞ്ഞിരുന്നു. യെസ്. If rank of A equal to R, which is less than n, then there will be infinitely many solutions. Infinitely many solutions വരുന്നുണ്ടെങ്കിലും linearly independent ആയിട്ടുള്ള solutions, number of linearly independent solutions equal to n minus R. Number of linearly independent solution will be n minus R. അപ്പോൾ ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ടാവും, അതിനകത്ത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സൊല്യൂഷൻസിന്റെ നമ്പർ n മൈനസ് ആറിന് ഈക്വൽ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ, ഇഫ് വി ഹാവ് a 3x3 matrix, A is a 3x3 matrix and rank of A equal to 1, rank of A equal to 1. Okay, അതിനൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞത് x minus y plus z equal to 0, then minus 2x plus 2y minus 2z equal to 0, 3x minus 3y plus 3z equal to 0. So ഇവിടെ A എന്നുള്ള മെട്രിക്സിന്റെ റാങ്ക് വരുന്നത്, rank of A, if we calculate rank, it will be 1, n equal to 3, which means that there are 2 parameters in the solution, number of parameters in the solution. Parameters എന്ന് പറയുമ്പോൾ ഫ്രീ വേരിയബിൾ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാം. We can take any value for z and any value for y. Let us take z equal to some k എന്നുള്ള വാല്യൂ എടുക്കാം, and y is equal to l. Then x equal to, let us take z equal to k. K is a parameter. Y equal to l. L is another parameter. So x will be from first equation, x will be l minus k. From first equation we'll get the x equal to l minus k. അപ്പോ z-ന് kയും y-ക്ക് l നമുക്ക് കൊടുക്കാം. അപ്പോൾ അത് ഡിഫറെന്റ് വാല്യൂസ് നമുക്ക് കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ there will be 2 linearly independent solutions. So number of parameters ഈക്വൽ ആണ് linearly independent solutions വരുന്നത്. അപ്പോൾ P എന്ന് പറയുന്നത് linear number of linearly independent solution will be n minus r. In this case it is 3 minus 1 equal to 2. Okay. അതായത് നമുക്ക് എല്ലിനും കെക്കും തീർത്തും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള വാല്യൂസ് അസ്യൂം ചെയ്യാൻ പറ്റും. ക്ലിയർ ആണോ? ഇതാണ് കേസ് വരുന്നത്. ആൻസർ ഓപ്ഷൻ സി, n മൈനസ് ആർ.
നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ എപ്പോഴും വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യല്ലേ. അപ്പൊ ഇവിടെ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നതും നമ്പർ ഓഫ് പാരാമീറ്റേഴ്സ് ഇൻ ദ സൊല്യൂഷൻ എന്ന് പറയുന്നതും അതുപോലെ നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡന്റ് സൊല്യൂഷൻസ് എന്ന് ചോദിച്ചാലും n-r ആണ് കൊടുക്കുന്നത്. n നമ്പർ ഓഫ് അൺനോൺസ് ആൻഡ് r റാങ്ക് ഓഫ് എ. ഓക്കെ, അപ്പൊ അത് സ്പെഷ്യൽ കേസ്. ഇഫ് r ഈക്വൽ ടു n, there is no independent solution. If r equal to n, then there is only one solution. ഏതാണ് സൊല്യൂഷൻ? യുണീക് സൊല്യൂഷൻ. എക്സിന്റെ ഏത് വാല്യൂ ആണ് യുണീക് സൊല്യൂഷൻ ആയിട്ട് വരുന്നത്? x equal to 0 is the unique solution. x equal to 0 എന്ന് പറഞ്ഞാൽ എക്സിന്റെ വാല്യൂ മാത്രമല്ല, ആ വേരിയബിൾസിന്റെ എല്ലാത്തിന്റെയും ഒരു സെറ്റ് ഓഫ് വാല്യൂസ് 0 വരുന്നതാണ്. Okay. Next question. The following simultaneous equations, x plus y plus z equal to 3, x plus 2y plus 3z equal to 4, x plus 4y plus kz equal to 6, will not have a unique solution, will not have a unique solution for k equal to, will not have a unique solution for k equal to. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. 7 എന്നുള്ള വാല്യൂ ആണ് കിട്ടിയിരിക്കുന്നത്. വിൽ നോട്ട് ഹാവ് എ യുണീക് സൊല്യൂഷൻ ആണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. യുണീക് സൊല്യൂഷൻ വരുന്ന കേസ് അല്ല. വിൽ നോട്ട് ഹാവ് എ യുണീക് സൊല്യൂഷൻ ഫോർ k ഈക്വൽ ടു. വിൽ നോട്ട് ഹാവ്. എല്ലാവരും ചെയ്ത് നോക്കുക, എന്നിട്ട് ആൻസർ സെൻഡ് ചെയ്യൂ. ലിയ പറഞ്ഞിട്ടുള്ള ആൻസർ ആണോ? ഓപ്ഷൻ ഡി ആണോ കിട്ടിയിരിക്കുന്നത്? ക്വസ്റ്റ്യൻ എല്ലാവരും നോട്ട് ചെയ്തല്ലോ. നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. So let's form the matrix, augmented matrix AB. 1 1 1 3 1 1 2 1 2 3 4 ആണ്. 1 7 തന്നെയാണ് കിട്ടിയിരിക്കുന്നത് അല്ലേ രശ്മ? 1 4 k 6. കോഎഫിഷ്യൻസ് എല്ലാം കറക്റ്റ് അല്ലേ? യെസ്, 4 k 6. സോ നിങ്ങളിത് എക്കലൻ ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്യുമ്പോൾ 1 1 1 3 0 0 എക്കലൻ ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്യുക. R2 implies R2 minus R1. So 0 2 minus 1 1, 3 minus 1 2, 4 minus 3 1, 4 minus 1 3, k minus 1. Next 6 minus 3, this is R3 implies R3 minus R1. So 6 minus 3 3. Next again second row use here 0 1 2 1 0 0. So in this case R3 implies R3 minus 3R2. 3R2. So k minus 7. Here it will be 0. So when k equal to 7, when k equal to 7, rank of A equal to rank of AB equal to 2, there will be infinitely many solutions. Okay, when k equal to 7, if k not equal to 7, there will be unique solution. Okay,
K not equal to 7, rank of A will be equal to rank of AB. Rank of A will be equal to rank of AB equal to 3, number of unknowns. So unique solution exists when K not equal to 7. So right answer, when K equal to 7, rank of A equal to rank of AB equal to 2. So infinitely many solution. The right answer, option D. So നിങ്ങൾ അയച്ച ആൻസർ കറക്റ്റ് ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. For the set of equations x1 plus 2x2 plus x3 plus 4x4 equal to 2, 3x1 plus 6x2 plus 3x3 plus 12x4 equal to 6. The following statement is true. Only the trivial solution x1 equal to x2 equal to x3 equal to x4 equal to 0 exist. Correct ആണോ അത്? അത് കൊടുത്തു കഴിഞ്ഞാൽ സാറ്റിസ്ഫൈ ചെയ്യുന്ന ചെക്ക് ചെയ്താൽ മതി. There is no solution. Solution ഇല്ല എന്നാണ് പറയുന്നത്. Unique non-trivial solution exists. Multiple non-trivial solution exist. Number of unknowns 4 ആണ്. n equal to 4. And you can see that second equation is a multiple of first equation, right? AB. Option D, multiple non-trivial solution exist. Right answer, Reshma. ബാക്കി എല്ലാവരും ചെയ്തു നോക്കൂ. എല്ലാവരും ആൻസറും സെൻഡ് ചെയ്യും. എല്ലാവരും ചെയ്യണം. ലിയ ഓപ്ഷൻ ഡി ആണ് കിട്ടിയിരിക്കുന്നത് അല്ലേ? നിവ്യ, അഭിജിത്ത്, റജീന എല്ലാവരും ആൻസറും സെൻഡ് ചെയ്യും. സരിത ഓപ്ഷൻ ഡി. ഈ ക്വസ്റ്റ്യനിൽ എത്ര ഇൻഡിപെൻഡന്റ് സൊല്യൂഷൻ വരും? നിവ്യ ഓപ്ഷൻ ഡി ആണ് അല്ലേ? റൈറ്റ്. Multiple non-trivial solution exist, right? So how many independent solution exist in this case? Can you give the number of linearly independent solutions? Yes, Abhijit. 3 ആണ് അല്ലേ? n equal to 4 and the rank of AB equal to rank of A. Yes, correct ആണ്, correct. എല്ലാവരും correct answer. Rank of A equal to rank of AB equal to 1. So number of linearly independent solutions in this case will be number of independent solutions. Independent solutions will be Vaishak, right answer, 4 minus 1 equal to 3. 3 linearly independent solutions existing. So right answer, option D. Okay. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അത് ആൻസർ കറക്റ്റ് ആയിട്ട് കിട്ടി. അതുപോലെ നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡന്റ് സൊല്യൂഷൻസ്, ആ കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയി. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇനി പെട്ടെന്ന് നിങ്ങൾക്ക് ആൻസർ പറയാൻ പറ്റും. Consider the following system of equation. This system has unique solution, no solution, finite number of solutions, 5 solutions. The homogeneous system of equation ആണ്. ഡിറ്റർമിനന്റ് ഫൈൻഡ് ഔട്ട് ചെയ്താൽ മതി. എ ആണോ? രേഷ്മ ഒന്ന് കിട്ടിയിരിക്കുന്നത് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ്. ഇവിടെ എ എന്നുള്ള മെട്രിക്സ് നമ്മൾ എഴുതാണ് 2 1
സി ആണ് അല്ലെ വൈശാഖ്? സി ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് അല്ലെ? നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. യെസ് വൈശാഖ്. അഭിജിത്ത് റൈറ്റ് ആൻസർ. കറക്റ്റ് ആണ്, കറക്റ്റ്. 2 1 1 0. യെസ് അലിയ. നീതു റൈറ്റ് ആൻസർ. 1 -1 1 1 0 ആണ് വരുന്നത് അല്ലേ? മീര റൈറ്റ് ആൻസർ. പ്രിൻസി ഓപ്ഷൻ സി ഇസ് റൈറ്റ്. നിവ്യ കറക്റ്റ് ആണ്. എല്ലാവർക്കും കറക്റ്റ് ആണ് കിട്ടിയിരിക്കുന്നത്. ഒരാൾ മാത്രം എന്താണ് യുണീക് സൊല്യൂഷൻ എന്ന് പറഞ്ഞു. യുണീക് സൊല്യൂഷൻ വരണമെങ്കിൽ ഡിറ്റർമിനന്റ് ഓഫ് എ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഡിറ്റർമിനന്റ് ഓഫ് എ 0 ആണെങ്കിൽ there will be infinite number of solution. Determinant of a 2 into 0 minus of minus plus 1 then 0 minus 1 into 0 plus 1 1 into plus 1 into 0 minus 1 2 minus 1 minus 1 equal to 0. So determinant of a equal to 0. So rank of a less than 3. Less than 3 എന്ന് നമുക്ക് പറയാൻ പറ്റും. നമുക്ക് അത്രയും മതി. റാങ്ക് ഓഫ് എ ലെസ് ദാൻ എൻ ആണെങ്കിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി. സോ നമുക്ക് പെട്ടെന്ന് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. The system of equation x plus y plus z equal to 6, x plus 4y plus 6z equal to 20, x plus 4y plus mu lambda z equal to mu has no solution for values of mu and lambda and mu given by. So no solution case ആണ്. No solution. Inconsistent ആണ്. ഓപ്ഷൻ ബി. വേഗം കിട്ടി. യെസ് കറക്റ്റ് ആണ്. ഓപ്ഷൻ ബി അല്ലേ? ഇവിടെ 6 വരിക, ഇവിടെ 20 അല്ലാത്തൊരു വാല്യൂ വന്നു കഴിഞ്ഞാൽ ഈ രണ്ട് ഇക്വേഷനും കോൺട്രഡിക്ഷൻ വരും. യെസ് കറക്റ്റ് ആണ്. ഇതൊന്നും ചെയ്യാനില്ല അല്ലെ? അതാണ്. അപ്പോ ഇഫ് ലാംഡ ഈക്വൽ ടു 6 and mu not equal to 20, then rank of A will be 2 and rank of AB will be 3. Okay. So ഇവിടെ നമുക്ക് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആൻസർ കിട്ടും. ലാംഡ ഈക്വൽ ടു 6, mu not equal to 20. റൈറ്റ് ആൻസർ. എല്ലാവർക്കും ആൻസർ കിട്ടിയിട്ടുണ്ടല്ലോ? ഡൗട്ട് ഇല്ലല്ലോ ഇതില്? ലാംഡ ഈക്വൽ ടു 6 and mu not equal to 20. Then the system is inconsistent. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. Let's consider the following linear system: x plus 2y minus 3z equal to a, 2x plus 3y plus 3z equal to b, 5x plus 9y minus 6z equal to c. The system is consistent if a, b and c satisfies the equation. Consistent means solution exists. See this equation 1, 2 and 3. Equation 3 നിങ്ങൾ നോക്കുമ്പോൾ equation 3 can be written as 3 into equation 1 plus equation 2. 3 into equation 1 plus equation 2. So right side ലുള്ള ആ ക്വാണ്ടിറ്റിയും അതേ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. So C should be equal to 3a plus b or 3a plus b minus c equal to 0. 3a plus b minus c equal to 0.
That's a condition. നമ്മൾക്ക് അത് റോ എക്കോളൻ ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്തിട്ടും അതിന്റെ ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന കണ്ടീഷനാണ്. ഏതായിരിക്കും ആൻസർ? ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി. നിങ്ങൾക്കത് ക്ലിയർ ആണല്ലോ? A plus B minus C equal to 0. Sarida, okay. Yes. Krishna, okay, right. നമ്മളെ ലീനിയർ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് അതിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്തു. ഇതൊക്കെ തന്നെയാണ് ഇതിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഡിഫറെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്. അത് റാങ്ക് ബേസ് ചെയ്തിട്ട് നമുക്കത് എല്ലാ ക്വസ്റ്റ്യൻസും കാണാൻ പറ്റും. പക്ഷെ റാങ്ക് കാണുന്ന ആ മെത്തേഡിലേക്ക് പോകുന്നതിന് മുമ്പ് ക്വസ്റ്റ്യൻ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കതിന്റെ ആൻസറിലേക്ക് വേഗം എത്താൻ പറ്റും. അപ്പൊ അത് ആ ഒരു രീതിയിൽ ലീനിയർ മൾട്ടിപ്പിൾ എന്നുള്ള ആ ഒരു രീതിയിൽ നിങ്ങൾക്കാണ് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താം. അതിൽ തന്നെ ഹോമോജിനസ് കേസും നോൺ ഹോമോജിനസ് കേസും നിങ്ങൾ രണ്ടായിട്ട് തന്നെ എടുക്കണം. ഹോമോജിനസ് ആണെങ്കിൽ ഡിറ്റർമിനന്റ് നോക്കിയാൽ മതി. നോൺ ഹോമോജിനസ് ആണെങ്കിൽ റാങ്ക് ഓഫ് എ ബി കാണാം. റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ബിയും കമ്പയർ ചെയ്തിട്ട് നമുക്ക് അതിന്റെ ആൻസറിലേക്ക് എത്താൻ പറ്റും. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, എയ്ഗൻ വാല്യൂസ് ആൻഡ് എയ്ഗൻ വെക്ടേഴ്സ്. ഇതൊരു കോൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ളതാണ്. ബാക്കിയുള്ളതിനെ നമുക്ക് അത്രയധികം വലിയ കോൺസെപ്റ്റ് ഒന്നുമില്ല. നമുക്ക് എയ്ഗൻ വാല്യൂസ് ആൻഡ് എയ്ഗൻ വെക്ടേഴ്സ് ഒരു കോൺസെപ്റ്റ് ഓറിയന്റഡ് ആണ്. അപ്പൊ ആദ്യം നമുക്ക് ആ ഒരു ബേസിക് കോൺസെപ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക, എയ്ഗൻ വാല്യൂ ആൻഡ് എയ്ഗൻ വെക്ടർ കോൺസെപ്റ്റ്. Okay. So in this case, let's consider let A be a square matrix. Square matrix, say of order say n by n matrix. Square matrix ആണ് വരുന്നത്. Then A into X. A is an n by n matrix. X can be viewed as a vector, n by 1 vector. So Ax is a linear transformation of vector X. So X is a vector having n dimension n by 1. So X is a vector. X is n by 1 matrix, means it is an n vector. Can be viewed as an element in n-dimensional space. So it's a vector in n-dimensional space. Vectors വരുന്ന ഒരു എന്താണ് കളക്ഷൻ, വെക്ടേഴ്സിന്റെ കളക്ഷൻ ആണ് നമ്മൾ സ്പേസ് എന്ന് പറയുന്നത്. 3D സ്പേസ് എന്ന് പറയുമ്പോൾ 3 ഡയമെൻഷണൽ ആയിട്ടുള്ള വെക്ടേഴ്സ് വരുന്ന സ്പേസ് ആണ്. 2D സ്പേസ് എന്ന് പറയുമ്പോൾ 2 ഡയമെൻഷണൽ വെക്ടേഴ്സ് വരുന്ന സ്പേസ് ആണ്. അപ്പോ നമുക്ക് എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ വെക്ടർ. ആൻഡ് വാട്ട് ഈസ് എ? എ ഈസ് എ മാട്രിക്സ്. സോ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് എ എക്സ്? മീനിങ് ഓഫ് എ എക്സ്, എ എന്നുള്ള മെട്രിക്സിന്റെ മീനിങ് ഇതാണ്. ഇറ്റ് ഈസ് എ ട്രാൻസ്ഫോർമേഷൻ മാട്രിക്സ്. എ ക്യാൻ ബി വ്യൂഡ് ആസ് എ ട്രാൻസ്ഫോർമേഷൻ മാട്രിക്സ്. Transformation matrix. So which transform a vector X into another vector in the same space. Okay, X എന്നുള്ളൊരു വെക്ടർ ഉണ്ടെങ്കിൽ എക്സിനെ മറ്റൊരു വെക്ടർ ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യാം. ഓക്കെ, ട്രാൻസ്ഫോം എന്ന് പറയുമ്പോൾ ഒരു ലീനിയർ മാപ്പ് എന്നുള്ള രീതിയിൽ കാണാം, ഒരു ഫംഗ്ഷൻ ആയിട്ട് കാണാം. സോ എക്സ് എന്നുള്ള ഒരു വെക്ടറിനെ മറ്റൊരു വെക്ടറിലേക്ക് മാപ്പ് ചെയ്യുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് എ എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്കൊരു മെട്രിക്സിനെ വ്യൂ ചെയ്യാം. n by n matrix can be viewed as a transformation matrix of n-dimensional vector into a vector in the same n-dimensional space. ട്രാൻസ്ഫോം ചെയ്തിട്ട് കിട്ടുന്ന എക്സ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് നമുക്ക് അതേ സ്പേസിൽ തന്നെയുള്ള ഒരു വെക്ടറാണ്. ഇത് ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ലെറ്റ്സ് കൺസിഡർ ആൻ എക്സാമ്പിൾ A be a 2 by 2 matrix 2 1 1 2. Okay, 2 1 1 2, and let's take a two-dimensional vector x equal to x1 x2. Okay, x1 x2 is a vector in 2D space. x1 ആണ് അതിന്റെ ഒരു ആക്സിസ്, x2 ആണ് മറ്റൊരു ആക്സിസ്. Okay, so x1 x2 is any vector in the space. 2D സ്പേസിലുള്ള ഒരു വെക്ടറാണ് x1 x2. Okay, so this is our vector x, and what is ax? Ax equal to 2 1 1 2 into x1 x2, that is equal to 2x1 plus x2 x1 plus 2x2. And let us find this value. We'll get another vector. So let us take this as y. So y will be another vector in the same space. So this will be y. Okay, y എന്ന് പറയുന്നത് ഈ x1 x2 വരുന്ന സ്പേസിൽ തന്നെയുള്ള ഇതാണ് അതിന്റെ x കോമ്പണന്റ്, ഇത് അതിന്റെ y കോമ്പണന്റ്. അപ്പോൾ y എന്ന് പറയുന്നത് ട്രാൻസ്ഫോംഡ് വെക്ടർ ആണ്. സോ y is ax. So y is also 2 by 1 vector, x is also 2 by 1 vector. So y is the transformed vector. A എന്ന് പറയുന്നത് എന്താണ് ചെയ്യുന്നത്? It will transform the vector into another vector. So x നെ y ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. ഇനി ഈ ട്രാൻസ്ഫോർമേഷനിൽ ചില വെക്ടേഴ്സിന് യാതൊരു ചേഞ്ചും വരില്ല, ഡയറക്ഷനിൽ ചേഞ്ച് വരില്ല, ഒരു സ്കെയിലിംഗ് മാത്രമേ വരുള്ളൂ. സോ നമുക്ക് ഒരു എക്സാമ്പിൾ കൺസൾട്ട് ചെയ്യാം. If you take the same matrix A equal to 2 1 1 2 and xb equal to 1 1, xb 1 1, then what is ax? ax എന്താണ് നമുക്ക് കിട്ടുന്നത്? 2 1 1 2 multiplied with the 1 1. അപ്പോൾ a into x will give another vector, that is transformed vector, which is equal to 1 into 2 plus 1 into 1. What is that value? 1 into 2, 2 plus 1 equal to 3. 1 into 1 plus 2 plus 2 into 1, 2, 3, 3. So 1 1 എന്നുള്ള വെക്ടർ ഞാൻ ഇവിടെ വരയ്ക്കാം. 1 1. This is 1 1. 1 1. Okay, this is our vector x. Now what about a transformed vector ax? So ax is an extended version of this vector. ax is just the length 3 unit length കൂട്ടി. So this is ax. ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? x and ax are in the same direction, just a multiple, a scaling multiple, scalar multiple ആണ് വരുന്നത്. So transformation by a matrix ax gives a scaled version of this vector. Okay, അപ്പോൾ ഓരോ മെട്രിക്സിനും ഇത്തരത്തിലുള്ള വെക്ടേഴ്സ് ഉണ്ടാവും. ആ വെക്ടറിന്റെ ട്രാൻസ്ഫോർമേഷൻ എപ്പോഴും ഒരു സ്കെയിൽഡ് വേർഷൻ ഓഫ് ദ വെക്ടർ ആയിരിക്കും വരുന്നത്. ആൻഡ് 3 3 ക്യാൻ ബി റിട്ടൺ ആസ് 3 into 1 1, 3 into 1 1. അപ്പോൾ ഒറിജിനൽ വെക്ടറിനെ ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വെക്ടർ എന്ന് പറയുന്നത് 3 times x ആണ് വരുന്നത്. സോ ax equal to 3x എന്ന് എഴുതാം. ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ ആണോ? ഈ പറഞ്ഞ ഐഡിയ ക്ലിയർ ആണോ? സോ the vector x such that ax equal to, yes, ax equal to
a constant lambda times x. അപ്പോൾ ഒരു ഗിവൺ മെട്രിക്സിന് ഇത്തരത്തിലുള്ള വെക്ടേഴ്സ് ചില വെക്ടേഴ്സ് ഉണ്ടാവും such that ax will give a scaled multiple of x. Such a vector is called eigenvector and a scaling factor lambda is called eigenvalue. Lambda is eigenvalue and corresponding vector x is called eigenvector. Okay, so ax is a transformation of vector into the same space. If A is a square matrix, Ax will be a transformation of the vector in the same space. If Ax equal to a scaled version of x, lambda times x, lambda is a scalar value, scaled version ആണ് ഇവിടെ വരുന്നത്. So, this scalar value is called eigenvalue and x is called eigenvector. അപ്പോൾ eigenvectorനെ നമ്മൾ a മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എയുടെ ഒരു eigen vector ആണ് x എങ്കിൽ a into x will always be equal to lambda times x, and the scaling factor is called eigenvalue and x is called eigenvector. So this is idea of eigenvalue and eigenvector. So in this case, if a equal to 2, 1, 1, 2, what is the eigenvalue? One of the eigenvalue is 3. So ഇവിടെ നമുക്ക് lambda equal to 3 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ മെട്രിക്സ് കൊണ്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയും, മെട്രിക്സിനകത്ത് നമുക്കറിയാം 2x2 മെട്രിക്സ് ആണ്. പക്ഷേ ഈ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് സ്കെയിൽഡ് ബൈ എ കോൺസ്റ്റന്റ് സ്കെലാർ വാല്യൂ ലാംഡ ഇൻറ്റു എക്സ് എന്നുള്ള വാല്യൂ ആയിട്ടാണ് വരുന്നത്. ഇതാണ് ഈഗൻ വാല്യൂ ആൻഡ് ഈഗൻ വെക്ടർ കോൺസെപ്റ്റ്. സോ നമുക്ക് ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. എ എക്സ് മൈനസ് ലാംഡ ഐ ഇൻറ്റു എക്സ് മെട്രിക്സ് ഫോമിലേക്ക് എഴുതാം. So the condition a minus lambda I into x equal to 0. Now this is a homogeneous system of linear equation, right? A minus lambda I into x equal to 0. Now what is the condition that x will have a non-zero value? X will have, or this system of linear equation will have a non-trivial solution. Now, what is the condition that a minus lambda I into x equal to 0 will have a non-zero solution? നമ്മൾ പഠിച്ച കാര്യമാണ് a minus lambda I into x is a homogeneous system of linear equation. Now, what is the condition that a minus lambda I into x will have a non-trivial solution, non-zero solution? Zero എന്നുള്ള സൊല്യൂഷൻ അല്ല നമുക്ക് വേണ്ടത്, എക്സിന് ഒരു നോൺ സീറോ വാല്യൂ വരണം. അപ്പൊ അതിന്റെ കണ്ടീഷൻ എന്തായിരിക്കും വരിക? അതിന്റെ കണ്ടീഷൻ എന്തായിരിക്കും? ക്ലിയർ ആണോ ഞാൻ പറയുന്നത്? നമ്മൾ ഈ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ എ മൈനസ് ലാംഡ ഇൻറ്റു എക്സ് എന്ന് കിട്ടി. സോ ഡിറ്റർമിനന്റ് ഓഫ് ദാറ്റ് മെട്രിക്സ്, യെസ് സരിത, റൈറ്റ്. സോ ഡിറ്റർമിനന്റ് ഓഫ് എ മൈനസ് ലാംഡ ഐ ഷുഡ് ബി 0 ഫോർ എക്സിസ്റ്റൻസ് ഓഫ് നോൺ ട്രിവിയൽ സൊല്യൂഷൻ. And this equation is called characteristic equation. Characteristic equation. So we can solve this characteristic equation to get lambda values or eigenvalues. Okay. അപ്പോൾ എങ്ങനെയാണ് ആ eigenvalueന്റെ ഇക്വേഷൻ വരുന്നത്, characteristic equation വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അത് homogeneous system of linear equationന്റെ condition apply ചെയ്തിട്ടാണ്. Determinant of a minus lambda I should be 0 to get a non-zero solution for the equation. Okay, അതാണ് characteristic equation എന്ന് പറയുന്നത്. And lambda values are roots of characteristic equation. Eigen values are roots of the characteristic equation. So you can write the characteristic equation as determinant a minus lambda I equal to 0. And roots of characteristic equation are the eigen values.
അപ്പൊ നമുക്ക് eigen valuesന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് എല്ലാവർക്കും ഈ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആയി എന്ന് കരുതുന്നു. നമുക്ക് പ്രോപ്പർട്ടീസ് ഓഫ് eigen values and eigen vectors നോക്കാം. First property number 1, if lambda 1, lambda 2, lambda 3, etc. lambda n are eigen values of A, then k lambda 1, k lambda 2, etc. k lambda n are eigen values of k into A. So k into A the eigen values k into lambda 1, k lambda 2, k lambda 3. അപ്പോൾ സ്കെയിലിംഗ് സ്കെയിൽ ചെയ്ത് കഴിഞ്ഞാൽ മെട്രിക്സിനെ സ്കെയിൽ ചെയ്ത് കഴിഞ്ഞാൽ അതിലുള്ള ലാംഡ eigen values എല്ലാം സ്കെയിൽഡായിട്ട് മാറും. Okay. Second property, if lambda 1, lambda 2, lambda 3 are eigen values of A, then 1 by lambda 1, 1 by lambda 2, 1 by lambda 3, etc. 1 by lambda n are eigen values of A inverse. A inverse. Inverse of the matrix. A inverse is defined like this. A into A inverse equal to identity matrix. And how will you find A inverse? It is adjoint of A by determinant of A. And then the question very more detailed. So നിങ്ങളിത് നോട്ട് ചെയ്യാം. If lambda 1, lambda 2, etc., lambda 3, etc., lambda n are eigen values of A, then 1 by lambda 1, 1 by lambda 2, 1 by lambda 3, etc., 1 by lambda n are eigen values of A inverse. Okay. ഷോർട്ട് ആയിട്ട് നോട്ട് ചെയ്താൽ മതി. അടുത്ത പ്രോപ്പർട്ടി പറയാം. ഓക്കെ, റൈറ്റ്. Third property, if lambda 1, lambda 2, etc., lambda n are the eigen values of A, then lambda 1 raised to k, lambda 2 raised to k, lambda 3 raised to k, lambda n raised to k are the eigen values of A raised to k. A യുടെ പവർ എടുക്കുകയാണെങ്കിൽ eigen values പവർ ആയിട്ട് വരും. ഇനി അഡ്ജോയിന്റിന്റെ eigen values ആണ്. Adjoint eigen values determinant A by lambda 1, determinant A by lambda 2, etc. ആ രീതിയിലാണ് വരുന്നത്. Adjoint of A. Adjoint of A എന്ന് പറയുന്നത് എന്താണ്? Adjoint of A is determinant of A into A inverse. Determinant of A is a scalar value. നമുക്ക് നേരത്തെ പറഞ്ഞ പ്രോപ്പർട്ടി അനുസരിച്ച് അഡ്ജോയിന്റിന്റെ eigen values എന്ന് പറയുന്നത് determinant of A, scaling factor into eigen values of A inverse 1 by lambda 1, 1 by lambda 2. അപ്പോൾ അത് determinant A by lambda 1, determinant A by lambda 2, etc. ആയിട്ട് മാറും. അഡ്ജോയിന്റിന്റെ ഇക്വേഷൻ ആണിത്. Adjoint A equal to determinant A into A inverse. അടുത്ത പ്രോപ്പർട്ടി, eigen values of matrix A are equal to the eigen values of A transpose. എയുടെയും A ട്രാൻസ്പോസിന്റെയും eigen values ഐഡന്റിക്കൽ ആണ്. അപ്പൊ അതാണ് പ്രോപ്പർട്ടി. Sixth point, the maximum number of distinct eigen values is n. Number of distinct, maximum number of distinct eigen values. So എയുടെ ഓർഡർ എത്രയാണോ ആ ഒരു നമ്പർ ആയിരിക്കും maximum number of distinct eigen values. If A is a 3x3 matrix, maximum number of distinct eigen values will be 3. Maximum number ആട്ടോ. അപ്പൊ അത് 3 ലെസ് ദാൻ 3 ആയിരിക്കും വരിക. അടുത്തത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി നിങ്ങൾ നോട്ട് ചെയ്യാം. എന്താണ് പ്രോപ്പർട്ടി പറയുന്നത്? The trace of a matrix is equal to the sum of eigen values. Trace. What is trace? Trace of a matrix is simply sum of elements in the principal diagonal. Sum of diagonal
values, elements. So diagonal elements in the sum ആണ് trace of the matrix. So trace of the matrix will be equal to sum of eigenvalues of a matrix. Lambda 1, lambda 2, lambda 3. മൂന്ന് eigenvalues വരുന്ന matrix ആണെങ്കിൽ lambda 1 plus lambda 2 plus lambda 3 will be equal to trace of the matrix. Trace കാണുമ്പോൾ diagonal elements in the sum ആണ് വരിക. So that is sum of eigenvalues. What about product of eigenvalues? Product of eigenvalues of a matrix equal to the determinant of the matrix. The product of eigenvalues equal to determinant of the matrix. Next point, A and B are similar matrix. Similar anengil they will have identical eigenvalues. If A and B are of two matrices of same order, then matrices AB and BA have same eigenvalues. Okay, 9, 10. The eigenvalues of a triangular matrix or diagonal matrix equal to diagonal elements. ഒരു ട്രയാങ്കുലർ മാട്രിക്സ് അല്ലെങ്കിൽ ഡയഗണൽ മാട്രിക്സ് വരികയാണെങ്കിൽ അതിന്റെ ഡയഗണൽ എലമെന്റ്സ് ആണ് അതിന്റെ ഈഗൻ വാല്യൂസ്. അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഡയഗണൽ എലമെന്റ്സ് തന്നെ അതിന്റെ ഈഗൻ വാല്യൂസിന് ഈക്വൽ ആവും. സ്ക്വയർ ഒരു ഡയഗണൽ മാട്രിക്സ് ആണെങ്കിൽ ഡയഗണൽ എലമെന്റ്സ് ആയിരിക്കും ഈഗൻ വാല്യൂസ്. ട്രയാങ്കുലർ മാട്രിക്സ്, അപ്പർ ട്രയാങ്കുലർ ലോവർ ട്രയാങ്കുലർ മാട്രിക്സസ് ഉണ്ട്, അതിന്റെ ഡയഗണൽ എലമെന്റ്സ് ആണ് അതിന്റെ ഈഗൻ വാല്യൂസ് ആയിട്ട് വരുന്നത്. ഈ പ്രോപ്പർട്ടീസ് ഓർത്തിരിക്കണം. ചില പ്രോപ്പർട്ടീസ് നമുക്ക് ക്വസ്റ്റ്യനിൽ ആവശ്യം വരും. ബാക്കിയുള്ള പ്രോപ്പർട്ടീസ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഞാൻ മാർക്ക് ചെയ്തത് നോക്കുക. അതായത് ഇൻവേഴ്സിന്റെ നോക്കുക, അതുപോലെ തന്നെ ട്രേസ് ഈക്വൽ ടു സം ഓഫ് eigen values. നെക്സ്റ്റ്, product of eigenvalues of the matrix equal to determinant of that matrix. ആ ഒരു പ്രോപ്പർട്ടീസ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ്. നമ്മുടെ ഡിസ്കഷൻ ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. നമ്മളിനി ക്വസ്റ്റ്യൻസിലേക്കാണ് പോകുന്നത്. ആർക്കെങ്കിലും ഇവരെ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ ക്ലിയർ ആണോ? ഒന്നുകൂടെ നമുക്ക് ബേസ് ചെയ്ത് വരാം. eigen values and eigen vectors നമ്മൾ പറഞ്ഞു. AX സ്കെയിൽഡ് വെർഷൻ ഓഫ് എക്സ് വരുമ്പോൾ സ്കെയിലിംഗ് ഫാക്ടർ ആണ് ലാംഡ, ആൻഡ് എക്സ് ഇസ് കാൾഡ് eigen vector, corresponding eigen vector. Then eigen vector കിട്ടുന്നത് ഇക്വേഷൻ ഇതാണ്, a minus lambda into x equal to 0 will have non-trivial solution. The condition for existence of non-trivial solution is determinant a minus lambda equal to 0. This equation is called a characteristic equation. Characteristic equation solve ചെയ്താലാണ് നമുക്ക് eigen values കിട്ടുന്നത്. Then properties of eigen values. എല്ലാവരും ഒരു തവണയും കൂടെ ജസ്റ്റ് നോക്കുക. ഇൻവേഴ്സിന്റെ eigen values വരുന്നത്, അതുപോലെ adjoint eigenvalues of a matrix equal to eigenvalues of its transpose. Maximum number of distinct eigenvalues is equal to n, where n is the size of the matrix. എല്ലാം ഓർത്തിരിക്കുക. അതുപോലെ തന്നെ sum of eigenvalues equal to trace of the matrix, and product of eigenvalues equal to the determinant of that matrix. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ആണ്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യാം. First question. If a square matrix A is real and symmetric, then the eigenvalues real and symmetric. നമ്മൾ പറഞ്ഞിട്ടൊന്നുമില്ല എന്താണ് റിയൽ സിമെട്രിക് മാട്രിക്സ്, അതിന്റെ eigenvalues.
Now, what is meant by symmetric matrix? Symmetric matrix. A is symmetric matrix if A transpose equal to A transpose equal to A. A transpose equal to A. So this is a condition of symmetric matrix. Okay. So if A equal to Aij n by n matrix, if A equal to Aij, then Aij equal to Aji. അല്ലേ? A transpose എന്ന് പറയുമ്പോൾ Aji n by n മാട്രിക്സ് വരും. ഇത് രണ്ടും ഈക്വൽ ആവുമ്പോൾ Aij ഈക്വൽ ടു Aji. ഇതാണ് സിമെട്രിക് മാട്രിക്സിന്റെ കണ്ടീഷൻ. A equal to A transpose equal to A. So for a real symmetric matrix, eigenvalues are always real. Eigenvalues are always real for a real symmetric matrix. ഇതാണ് പ്രോപ്പർട്ടി. യെസ്, ഇറ്റ്സ് ആൾവേസ് റിയൽ. ഇതിന്റെ കൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് for a skew symmetric matrix, skew symmetric matrix, if A is a skew symmetric matrix, then A transpose equal to minus A. So in that condition, Aij values and Aji values are just opposite. Aij equal to minus Aji. This is the condition. So for a skew symmetric matrix, for a skew symmetric matrix, for a skew symmetric matrix, eigenvalues are eigenvalues. And the condition values are either 0 or purely imaginary. Purely imaginary. Okay. So eigenvalues are either 0 or purely imaginary. So രണ്ട് കേസ് നിങ്ങൾ ഇവിടെ മനസ്സിലാക്കുക. For symmetric matrix, eigenvalues are always real. For skew symmetric matrix, eigenvalues may be either 0 or purely imaginary values. I വരുന്ന terms, I2 minus I2, I3 minus I3, അങ്ങനെ വരുന്ന വാല്യൂസ് ആയിരിക്കും സ്ക്യൂ സിമെട്രിക് മാട്രിക്സ് ആണെങ്കിൽ വരുന്നത്. സിമെട്രിക് മാട്രിക്സിന് റിയൽ ഐഗൻ വാല്യൂസും സ്ക്യൂ സിമെട്രിക് മാട്രിക്സിന് 0 അല്ലെങ്കിൽ പ്യൂർലി ഇമാജിനറി ആയിട്ടുള്ള. പ്യൂർലി ഇമാജിനറി എന്ന് പറഞ്ഞാൽ ദർ ഇസ് നോ റിയൽ പാർട്ട്, ഐ ടേം മാത്രം വരുന്നത്. പ്യൂർലി ഇമാജിനറി ആയിട്ടുള്ള. അപ്പൊ ഈ ഒരു പോയിന്റ് നിങ്ങൾ ഇവിടെ മനസ്സിലാക്കിയത്. അപ്പോൾ ഈ ഒരു കേസിൽ ഓപ്ഷൻ എ പോസിറ്റീവ് ആണെന്ന് നിർത്തുന്നില്ല, റിയൽ, ആൾവേസ് റിയൽ എന്നുള്ളതാണ് വരുന്നത്. റിയൽ എന്ന് പറയുമ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് വാല്യൂസ് ഒക്കെ പോസിബിൾ ആണ്. സോ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ. സ്ക്യൂ സിമെട്രിക്സ് മാട്രിക്സ് ആണെങ്കിലും നിങ്ങൾക്ക് അത് ആൻസർ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, ദ മാട്രിക്സ് 1A83 where A greater than 0 has a negative eigenvalue if A is greater than. The matrix 1A83 has a negative eigenvalue if A is greater than. നോക്കൂ, ഇതിന്റെ പ്രോബ്ലം ചെയ്യാൻ ഈസിയാണ്. നമുക്ക് നെഗറ്റീവ് ഐഗൻ വാല്യൂ വരും.
So എത്ര ഐഗൻ വാല്യൂസ് ആണ് ഈ ഒരു മെട്രിക്സിന് വരുന്നത്? ഇറ്റ്സ് എ 2x2 മാട്രിക്സ്, isn't it? 2x2 മാട്രിക്സ് ആണ് ഐഗൻ വാല്യൂസ് നമ്മൾ കാണുമ്പോൾ. സം ഓഫ് ഐഗൻ വാല്യൂസ് λ1 plus λ2. Sum of eigenvalues. Sum of eigenvalues equal to λ1 plus λ2 equal to 1 plus 3. 1 plus 3 equal to 4. Sum of eigenvalue നമുക്ക് 4 ആണ്. And product of eigenvalue λ1 into λ2 equal to determinant of the matrix. Determinant of the matrix. What is the determinant value? 3 minus 8a. അപ്പോൾ ഒരു eigen value has a negative eigen value. ഒരു eigen value നെഗറ്റീവ് ആവുക എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് വിൽ ബി നെഗറ്റീവ്. അപ്പോൾ പ്രോഡക്റ്റ് നെഗറ്റീവ് ആവുമല്ലോ. രണ്ട് eigen values ആണ് ഈ മെട്രിക്സിന് വരുന്നത്. അതിനകത്ത് രണ്ട് eigen valueല് ഒരു eigen value നെഗറ്റീവ് ആണെന്ന് പറഞ്ഞാൽ as a negative eigenvalue means λ1 into λ2 less than 0. Negative ആയിരിക്കണം. λ1 into λ2 should be less than 0. That is 3 minus 8a less than 0. 3 less than 8a or a greater than 3 by 8. So condition for existence of a negative eigenvalue is condition for negative eigenvalue. Negative eigenvalue is a greater than 3 by 8. Clear ആയോ? നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് product of eigenvalue. Yes, product of eigenvalue less than 0. Clear ആണ് അല്ലേ? സം ആൻഡ് പ്രോഡക്റ്റ് ആ ഒരു മെത്തേഡ്, ആ ഒരു പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുക. ഇവിടെ നമുക്ക് ഇവിടെ കിട്ടുന്ന ആൻസർ 3 by 8 ആണ്. ഇനി ആർക്കെങ്കിലും ഇതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. eigen വാല്യൂലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്തു തുടങ്ങാം. ഇനി നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം അല്ലേ? ചെയ്യാൻ പറ്റുന്നതായിരിക്കും. Question. So right, അടുത്ത question എന്താണ്? The condition for which the eigenvalues of the matrix A 2 1 1k are positive. എല്ലാവരും ഒന്ന് ചെയ്തു നോക്കൂ. Condition for the eigenvalues of the matrix are positive. എല്ലാവരും ചെയ്തു നോക്കിയിട്ട് ആൻസർ പറയും. ടൈം തരാം. A greater than 1 by 2. Ritu, Sarun, yes, Karthika, right answer. എല്ലാവർക്കും Jita, okay, right. Nancy, Reshma, Vaishak, എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് അല്ലേ? Nivya, right answer. Sarita, എല്ലാവർക്കും A ആണ്. ആർക്കും അതിനകത്ത് ഒരു ഡൗട്ടും ഇല്ല. Condition, yes, Aishwarya, right answer. ഇവിടെ നമുക്ക് product of eigenvalue λ1 into λ2 will be are positive now. So positive ആണ്, greater than 0. So determinant of A, yes, Anisha കിട്ടിയിട്ടുണ്ട് അല്ലേ? കറക്റ്റ് ആൻസർ ആണ്. So 2k minus 1 greater than 0, k greater than 1 by 2. So right answer is k greater than 1 by 2. സിമ്പിൾ അല്ലേ ചെയ്യാൻ? നമ്മളിവിടെ eigen വാല്യൂ ഒന്നും കാണണമെന്നില്ല. eigen വാല്യൂ കാണണ്ട, അതിന്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. What are the eigen values of the matrix? 2 1 1 1 4 1 1 1 2. ഇവിടെ നിങ്ങൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഒന്നും എഴുതണമെന്നില്ല. നിങ്ങൾക്ക് ആ രണ്ട് പ്രോപ്പർട്ടി ഉണ്ടല്ലോ, അത് അപ്ലൈ ചെയ്തിട്ട് തന്നെ ചെയ്യാം. സം ഓഫ് eigen values. Sum
equal to trace of the matrix A. Product equal to determinant of U. Use these two properties. സമം പ്രോഡക്റ്റും ഇത് വരുന്ന സെറ്റ് ഓഫ് വാല്യൂസ് ഏതാണെന്ന് നോക്കിയാൽ മതി. 3x3 matrix ആണ്. There will be 3 eigenvalues. ഓപ്ഷൻ എ ആണ് അല്ലേ. 8 ആണ് സം കിട്ടേണ്ടത്. പ്രോഡക്റ്റ് ഡിറ്റർമിനന്റിന് ഈക്വൽ ആയിരുന്നു. ഡിറ്റർമിനന്റ് എത്രയാണ് നമുക്ക് കിട്ടിയത്? 10 ആണ്. ഐശ്വര്യ, എല്ലാവർക്കും ഓപ്ഷൻ എ ആണോ കിട്ടിയിട്ടുള്ളത്? യെസ്. ഓപ്ഷൻ എ. സരിത, ദിവ്യ, അനീഷ, വൈശാഖ് എല്ലാവരും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വളരെ പെട്ടെന്ന് ആൻസർ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പം നിങ്ങൾ ഇതിന്റെ കൂടെ പ്രാക്ടീസ് ചെയ്താൽ മതി. വേറെ അഡീഷണൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ ഓരോ ടോപ്പിക്കിലും നിങ്ങൾ ഈ ക്ലാസ്സിൽ നിന്ന് വർക്കൗട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് തന്നെ ധാരാളമായിരിക്കും. അതുകൊണ്ട് എല്ലാവരും കൂടെ തന്നെ വർക്കൗട്ട് ചെയ്യുക. അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് പിന്നെ ഇതിൻ്റെ ഒരു ഫർദർ പ്രിപ്പറേഷന് വളരെ ചെറിയ ടൈമിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഇതെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്ത് പോയാൽ മാത്രം മതിയാവും. അപ്പോൾ λ1 + λ2 + λ3 വിൽ ബി 2 + 4 + 2 പ്രൈസ് ആണ്. 8ന് ഈക്വൽ ആണ്. സം പ്രോഡക്റ്റ് λ1, λ2, λ3 പ്രോഡക്റ്റ് ഷുഡ് ബി ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ് എ ഈക്വൽ ടു നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് 2 × 8 - 1 7 -1 × 2 - 1 1 +1 × 1 - 1 -3. സോ -4 10 ആണ് കിട്ടുന്നത്. പ്രോഡക്റ്റ് 10 ആണ്. പ്രോഡക്റ്റ് 10 സം 8 വരുന്നത് ഏതാണ്? സം 8 ഇവിടെ വരുന്ന പ്രോഡക്റ്റ് വരുന്നില്ല. അപ്പോൾ ഓപ്ഷൻ എ. സം ഈക്വൽ ടു 8, പ്രോഡക്റ്റ് ഈക്വൽ ടു 10. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ലെറ്റ് പി ആൻഡ് ക്യൂ be real numbers such that p square plus q square equal to 1. The eigenvalues of the matrix are p square plus q square equal to 1. B ആണോ? മൈനസ് വേണം അല്ലേ? ബി ആണല്ലേ? പ്രോഡക്റ്റ് നമുക്ക് കിട്ടുന്നത് -1. പ്രോഡക്റ്റ് ഈക്വൽ ടു -1, സം ഈക്വൽ ടു 0. ഓപ്ഷൻ ബി കറക്റ്റ്. യെസ്, എല്ലാവരും കിട്ടുന്നുണ്ട് അല്ലേ? വളരെ പെട്ടെന്ന് നമുക്ക് ആൻസറിലേക്ക് എത്താം. λ1 + λ2 equal to p minus p equal to 0. λ1 into λ2 equal to determinant of a equal to minus p square minus q square equal to minus of p square plus q square equal to -1. So sum equal to 0 and product equal to -1. Option B is the right answer. 1 and -1. Correct answer ആണ്. ഓക്കെ, എല്ലാവരും ചെക്ക് ചെയ്യുക. ആൻസർ കറക്റ്റ് അല്ല കിട്ടിയിരിക്കുന്നത്. എല്ലാവരും സെൻഡ് ചെയ്യുക കേട്ടോ. വേഗം ആൻസർ സെൻഡ് ചെയ്യുക. കിട്ടിയിട്ടുണ്ടല്ലോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Consider the matrix M 2 - 1 3 1. Which one of the following statement is true? The eigenvalues of M are non-negative and real.
Then where is complex conjugate? One eigenvalue of m is positive and real. Another eigenvalue of m is 0. One eigenvalue of m is non-negative and real, and another eigenvalue of m is negative and real. ഇവിടെ നമുക്ക് eigenvalues അതിന്റെ പ്രോപ്പർട്ടീസ് ആണ് ചോദിച്ചിട്ടുള്ളത്. eigenvaluesന്റെ പ്രോപ്പർട്ടീസ് ആണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാം. eigenvalues of the matrix. ഇവിടെ m2 minus 1 ഓപ്ഷൻ ബി ആണ് അല്ലേ. eigenvalues of m are complex conjugate pairs. ഓപ്ഷൻ ബി ആണ് കിട്ടിയിരിക്കുന്നത്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ eigenvalues ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തോ. സി ബി ആണ് കിട്ടിയിരിക്കുന്നത് അല്ലേ. ഓക്കെ, എ അഖിൽ ദേവിന് എ ആണ്. നോൺ നെഗറ്റീവ് ആൻഡ് റിയൽ. Let's find eigenvalues. Product sum of eigenvalue lambda 1 plus lambda 2 equal to 3 lambda 1 into lambda 2. Product of eigenvalue equal to determinant of A. Determinant of the matrix equal to 2 plus 3. 5 അല്ലേ determinant value വരുന്നത്. പ്രോഡക്റ്റ് ആയിട്ട് വരുന്നത് 5 ആണ്. സം ആയിട്ട് വരുന്നത് 3 ആണ്. നമുക്കിത് പെട്ടെന്ന് നമുക്കൊരു വാല്യൂ കിട്ടുന്നില്ല. അപ്പൊ നമുക്ക് എന്തായാലും ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതാം. അടുത്ത പേജിൽ ഞാൻ എഴുതാം. ലെറ്റ്സ് ഫൈൻഡ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. ഈഗൻ വാല്യൂ നമുക്ക് മറ്റു രീതിയിൽ കാണാൻ പറ്റുന്നത് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. കൺവെൻഷൻ രീതി ഇതാണ്. ഡിറ്റർമിനന്റ് എ മൈനസ് ലാംഡ ഐ ഈക്വൽ ടു 0. So determinant lambda I means a minus lambda I കാണുമ്പോൾ a minus അതിന്റെ diagonal elements lambda minus 2 minus lambda minus 1 3 1 minus lambda. ഇതിന്റെ determinant value equal to 0. So 2 minus lambda multiplied with 1 minus lambda plus 3 equal to 0. So we'll get lambda square minus 3 lambda plus 5 equal to 0. So lambda square minus 3 lambda plus 5 equal to 0. So lambda minus 3 by 2 whole square plus 5 already in the minus 9 by 4 equal to 0. So this is 11 by 4. Lambda equal to 3 by 2 plus or minus I root 11 by 2. ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ചെക്ക് ചെയ്യാം. So one eigenvalue lambda 1 equal to 3 by 2 plus I root 11 by 4. Lambda 2 is 3 by 2 minus I root 11 by 2. ഇതാണോ കിട്ടിയിരിക്കുന്നത്? ചെക്ക് ചെയ്യാം. ഇതൊരു പ്രോഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുക പ്രോഡക്റ്റ് lambda 1 plus lambda 2 will be 3. Lambda 1 into lambda 2 will be, product will be 9 by 4 plus 11 by 4 equal to 20 by 4 equal to 5. So eigenvalues are complex conjugate values. Option B is the right answer. Lambda 1 നമുക്ക് കിട്ടുന്നത് 3 by 2 plus I root 11 by 2. Lambda 2 will be 3 by 2 minus I root 11 by 2. എല്ലാവർക്കും ഈ വാല്യൂസ് കിട്ടിയിട്ടില്ലേ? Yes. വൈശാഖ്, right. Option B is the right answer.
eigenvalues are complex conjugate pairs. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇപ്പൊ ചെയ്തത്? നമുക്ക് ഈ മെട്രിക്സ് എന്നുള്ള മെട്രിക്സ് 2 -1 3 1. സോ ഇതാണ് നമ്മുടെ മെട്രിക്സ് എ. ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ നമുക്ക് ഡയറക്റ്റ് എഴുതാം. ആ ഒരു മെത്തേഡും കൂടെ പറയാം. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ lambda square minus trace of a into lambda plus determinant of a equal to 0. So this is characteristic equation for a 2x2 matrix. So നിങ്ങൾക്ക് നേരെ എഴുതാം. lambda square trace of a എന്ന് പറയുമ്പോൾ 2 plus 1 into lambda plus determinant is 5 equal to 0. നിങ്ങൾക്ക് ഡയറക്റ്റ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ നേരിട്ട് എഴുതാവുന്നതാണ്. lambda square minus 3 lambda plus 5 equal to 0. അപ്പൊ അതിന്റെ റൂട്ട്സ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 3/2 പ്ലസ് ഓർ മൈനസ് i √11/2 എന്ന് പറയുന്ന ഇതാണ് വരുന്നത്. അതെല്ലാവർക്കും കിട്ടിയല്ലോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. So correct answer option A. Eigenvalues of M are complex conjugate pairs. Next question. The eigenvalues of the matrix given below are yes, Princy. That ഈസി ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് അല്ലെ? നീത്തു ഒന്നും ചെയ്യാനില്ല. ഇതിലെ ഒരു ഓപ്ഷൻ മാത്രമേ സരിത, വൈശാഖ്, യെസ് ഐശ്വര്യ, നിവ്യ എല്ലാവർക്കും വളരെ പെട്ടെന്ന് തന്നെ ആൻസറിലേക്ക് എത്താം. നമുക്ക് ഈ ട്രേസ് എന്ന് പറയുന്നത് ബേസ് ചെയ്തിട്ട് വലിയ റൈറ്റ് നമുക്ക് ചെയ്യാനൊന്നുമില്ല. ട്രേസ് നോക്കാം. ട്രേസ് ഈക്വൽ ടു 0 plus yes Reshma, right answer -4 equal to -4. So sum -4 വരുന്നത് ഓപ്ഷൻ എ ആണ്. അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാറില്ല. ആൻസർ നേരിട്ട് എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The matrix A 3/2 0 1/2 0 -1 0 1/2 0 3/2 has 3 distinct eigenvalues and one of its eigenvectors is 1 0 1. Which one of the following can be another eigenvector of A? Question over. Matrix A has 3 distinct eigenvalues. A is a 3/3 matrix, isn't it? So maximum number of distinct eigenvalues is 3. If eigenvalues of a matrix are distinct, then eigenvectors are orthogonal. If eigenvalues are distinct for a matrix A, then the eigenvectors are orthogonal. Orthogonal means perpendicular. Vectors are so they are perpendicular.
സോ എന്താണ് ഓർത്തോഗണൽ എന്ന് പറയുമ്പോൾ? ഓർത്തോഗണൽ, ഓക്കെ, ഓപ്ഷൻ സി ആണ് അല്ലെ വിത്ത് പ്രിയ. യെസ്. അപ്പോ ഓർത്തോഗണൽ എന്താണെന്ന് ചിലർക്ക് കൺഫ്യൂഷൻ. സോ x1 transpose into x2. If x1 and x2 are orthogonal, yes, Chita, right answer. x1 transpose into x2 will be 0. Vaisha, correct. x1 transpose into x2 equal to 0. This is the condition for orthogonality. x1 and x2 are orthogonal if this is the condition, orthogonality condition. ഓർത്തോഗണൽ ആണെങ്കിൽ x1 ട്രാൻസ്പോസ് ഇൻറ്റു x2 അതിന്റെ ഇന്നർ പ്രോഡക്റ്റ് ആണ് ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. പെർപെൻഡിക്കുലർ ആയിട്ടുള്ള രണ്ട് വെക്ടേഴ്സ് ആണെങ്കിൽ അതിന്റെ ഡോട്ട് പ്രോഡക്റ്റ് 0 ആയിരിക്കുമല്ലോ. അപ്പൊ ആ ഒരു കണ്ടീഷനാണ്. അപ്പോൾ ഇതിന്റെ ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് there will not be any component of one vector along the other vector. ഓർത്തോഗണൽ എന്ന് പറയുമ്പോൾ പെർപെൻഡിക്കുലർ എന്നുള്ള രീതിയിൽ the component of one vector along the other vector is 0. അതാണ് ഓർത്തോഗണൽ. അപ്പൊ അതിന്റെ കണ്ടീഷൻ ഇതാണ് x1 ട്രാൻസ്പോസ് ഇൻറ്റു x2 ഈക്വൽ ടു 0. സോ നമുക്ക് ഇത് x1 ആയിട്ട് എടുക്കാം, ഇത് x1 ആയിട്ട് എടുക്കാം. ടേക്ക് ദിസ്. കറക്റ്റ് ആൻസർ സി ആണ്. നോക്കൂ, x1 ട്രാൻസ്പോസ് ഇൻറ്റു x2, x1 ട്രാൻസ്പോസ് ഇൻറ്റു x2, 1 0 1 into 1 0 minus 1. The answer is 1 plus 0 minus 1 equal to 0. So ഇതുമായിട്ടാണ് ഓർത്തോഗണൽ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ സി is the right answer. മറ്റ് ഏതൊരു വെക്ടർ ആയിട്ട് എടുത്താലും ഓർത്തോഗണൽ അല്ല, അതുകൊണ്ട് ഓർത്തോഗണൽ ആയിട്ട് വരും. ഈ ഒരു പോയിന്റ് നിങ്ങൾ ഓർത്തിരിക്കുക. If eigenvalues are distinct for a given matrix A, then the eigenvectors are orthogonal, perpendicular. X transpose എങ്ങനെയാ എടുത്തതെന്നാണോ ക്വസ്റ്റ്യൻ? X transpose ആണ്. ക്വസ്റ്റ്യൻ അതെ, X ട്രാൻസ്പോസ് എടുക്കുന്നത് നമ്മുടെ ട്രാൻസ്പോസ് എടുക്കുക, റോയിനെ കോളമായിട്ട് ചേഞ്ച് ചെയ്യാം. അപ്പോൾ കോളം വെക്ടർ അല്ല, x1 is a column vector. x1 ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ അതിന് റോ ആയിട്ട് എഴുതാം. കോളം പിടിച്ച റോ ആയിട്ട് മാറ്റാം. ട്രാൻസ്പോസ് എടുക്കുമ്പോൾ റോയിനെ കോളമായിട്ട് മാറ്റും. അത്രേ ഉള്ളൂ. അപ്പോൾ x1 കോളം വെക്ടർ ആയിട്ട് വരുമ്പോൾ x ട്രാൻസ്പോസ് വിൽ ബി എ റോ വെക്ടർ 1 0 1, ഒരു സിംഗിൾ റോ ആയിട്ട് മാറും. കോളമായിട്ട് വരുന്നതിനെ റോ ആയിട്ട് മാറ്റുക, ഇതാണ് ട്രാൻസ്പോസ് ചെയ്യുക എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇനി നമ്മൾ x1 ട്രാൻസ്പോസ് ഇൻറ്റു x2 കോളം 1 0 1. So result will be 1/3 multiplied with 3/1. 1/3 matrix, 1/3 matrix multiplied with 3/1. So it will be a single value, a real value ആണ് കിട്ടുന്നത്. ക്ലിയർ ആണോ? ട്രാൻസ്പോസ് മീൻസ് ഇന്റർചേഞ്ച് റോ ആൻഡ് കോളം. കോളം വെക്ടറിനെ റോ വെക്ടർ ആയിട്ട് എഴുതി കഴിഞ്ഞാൽ ട്രാൻസ്പോസ് ആയി. യെസ്, x2 മെട്രിക്സ് x2 എങ്ങനെ നമുക്ക് കിട്ടിയത് എന്നാണ് അല്ലെ? എല്ലാം ചെക്ക് ചെയ്യണം. x2 നമുക്ക് ആൻസർ കിട്ടുന്നത് ഓരോന്നുമായിട്ട് ചെക്ക് ചെയ്യണം. യെസ്, അത് നമ്മൾ പെട്ടെന്ന് ചെക്ക് ചെയ്യാം. 1 0 1 ആദ്യത്തേത് എടുക്കുക, 0 0 minus 1. ഇതിന്റെ ആൻസർ -1 ആണ്, നോട്ട് ഈക്വൽ ടു 0. അതുപോലെ 1 0 1
അങ്ങനെ ചെക്ക് ചെയ്തിട്ടാണ് കിട്ടുന്നത്. -1 0 0. ഇതും -1 ആണ്, നോട്ട് ഈക്വൽ ടു 0. പിന്നെ അങ്ങനെ x2ലേക്ക് ഈ ഒരു ഇതിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. എല്ലാം ചെക്ക് ചെയ്തിട്ടാണ്. അപ്പൊ ലാസ്റ്റത്തെ ഓപ്ഷനും കൂടെ നമുക്ക് നോക്കാം. 1 0 1 1 -1 1. So product will be 1 plus 0 plus 1 equal to 2, not equal to 0. So x1 ആയിട്ട് ഓർത്തോഗണൽ ആയിട്ട് വരുന്ന ഒരു വെക്റ്റർ എന്ന് പറയുന്നത് സി ആണ്, ഓപ്ഷൻ സി. അങ്ങനെയാണ് നമ്മൾ എത്തുന്നത്. എല്ലായിട്ടും മൾട്ടിപ്ലൈ ചെയ്യണം. അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും, സിമ്പിൾ ആയിട്ടുള്ള വാല്യൂസ് ആയിട്ട്. അങ്ങനെയാണ് എത്തുന്നത്. ഓക്കെ ആണോ? എല്ലായിട്ടും ചെയ്തു നോക്കാം. ഓരോ കേസ് ആയിട്ട് എടുത്തിട്ട് ചെയ്തു നോക്കാം. ഏതാണോ ഓർത്തോഗണൽ ആയിട്ട് വരുന്നത് അതാണ് മറ്റൊരു eigen വെക്ടർ ആയിട്ട് വരിക. ഡിഫറെന്റ് eigen വെക്ടർ. eigen വെക്ടേഴ്സ് യുണീക്ക് അല്ല കേട്ടോ. 101 is an eigen vector. 201 202 ഇതിനെ സ്കെയിൽ ചെയ്താൽ കിട്ടുന്നത് എല്ലാം eigen വെക്ടേഴ്സ് ആയിരിക്കും. പക്ഷെ അതെല്ലാം തന്നെ ലീനിയർലി ഡിപ്പെൻഡന്റ് ആയിരിക്കും. ഓക്കെ, അതിനെല്ലാം തന്നെ ഒരേ ഒരു ബേസിസ് ആയിരിക്കും വരുന്നത്. ഓക്കെ, ഇവരാണോ ഞാൻ പറയുന്നത്? 101 is an eigenvector. 202 is another eigenvector. -10 -1 is also an eigenvector. എന്താണ് ഡൗട്ട് എന്ന് നോക്കാം. ഒരു വലിയ നീണ്ട ഡൗട്ട് ആണല്ലോ. അൺമ്യൂട്ട് ചെയ്ത് ചോദിച്ചോളൂ. എന്താ പറഞ്ഞിട്ടുള്ളത്? ഓരോ ഓപ്ഷൻ ചെക്ക് ചെയ്യുന്നത് ടൈം കൺസ്യൂമിംഗ് അല്ലേ? ഇസ് ദർ എനി ഷോർട്ട് കട്ട്? ഷോർട്ട് കട്ട് എങ്ങനെയാണ്? ഷോർട്ട് കട്ട് ഇല്ല, ഇതിനകത്ത് നമുക്ക് ചെക്ക് ചെയ്തേ പറ്റൂ. ഏത് വെക്ടർ ആണോ അതല്ലെങ്കിൽ പിന്നെ ഇതിന്റെ eigen വാല്യൂ കാണാൻ പോണ്ടേ. അതാണ് ഏറ്റവും കൂടുതൽ ടൈം കൺസ്യൂമിംഗ് ആയിട്ട് വരും. ഇത് ചെക്ക് ചെയ്യാൻ ടൈം കൺസ്യൂമിംഗ് ആണെന്ന് തോന്നുന്നില്ല. കേട്ടാ, eigen വെക്ടർ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നതിനേക്കാളും വളരെ കുറഞ്ഞ ടൈമാണ് വേണ്ടത്. അതല്ലാതെ വഴിയൊന്നുമില്ല. ഇതാണ് ഷോർട്ട് കട്ട് എന്ന് പറയുന്നത്. വെക്ടർ സെക്കൻഡ് eigen വെക്ടർ ഷുഡ് ബി ഓർത്തോഗണൽ ടു ഫസ്റ്റ് eigen വെക്ടർ. ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്നത് അത്ര ടൈം കൺസ്യൂമിംഗ് അല്ല എന്നത്. പിന്നെ eigen വാല്യൂസ് eigen വെക്ടേഴ്സ് ഒന്നും നമുക്ക് കണ്ടുപിടിക്കേണ്ട അത്രയും സ്റ്റെപ്സിലേക്ക് പോകാൻ പറ്റില്ല എന്തായാലും. അപ്പൊ അത് കൂടുതൽ ഈ ഒരു കേസ് നോക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ ഈസി ആയിട്ട് കാണാൻ പറ്റില്ലേ നമുക്ക്? ഓക്കെ അല്ലേ? വേറെ ഷോർട്ട് കട്ട് ഇതാണ് നമ്മൾ പറയുന്ന ഏറ്റവും ഷോർട്ട് കട്ട് ആയിട്ട് പറയുന്നത്. ഓർത്തോഗണൽ ആയിട്ടുള്ള വെക്ടർ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ എളുപ്പമാണ്. 0 ആയിട്ട് വരണ്ടേ പ്രോഡക്റ്റ്? ഓക്കെ, ഇതിലെല്ലാം തന്നെ 2 0 വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് അതൊക്കെ ഒഴിവാക്കാം. +1ഉം -1ഉം വരുമ്പോഴാണത് ക്യാൻസൽ ആയി പോകുള്ളൂ. ആ രീതിയിലൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. കൺസിഡർ എ 5x5 matrix. It is given that A has only one real eigenvalue. Then the real eigenvalue of A is. Let's consider this matrix, 5x5 matrix. It is given that it has only one real eigenvalue. Then the real eigenvalue of A is, yes, Ritu Priya, option C ആണല്ലേ? യെസ്. ഇതിലെ ഈ മാട്രിക്സിന്റെ പ്രത്യേകത എന്താണ്?
If you add row wise or column wise, we'll get the same value. 15 now. Sum, yes, row wise sum. Identical ആയിട്ടുള്ള വാല്യൂ വരണം. എല്ലാ റോയും ഐഡന്റിക്കൽ ആയിട്ട് വാല്യൂ വരണം. ഇങ്ങനെ 15 ആണ് വരുന്നത്. ഇതിന്റെ സം എടുത്ത് നോക്കൂ, 15 ആണ് വരുന്നത്. അപ്പൊ എല്ലാ റോയുടെയും സം 15 വരുമ്പോൾ that 15 is the eigenvalue. And it is given that only one real eigenvalue. So 15 is the real eigenvalue. So sum, row wise sum is same. If row sums are same, that sum will be an eigenvalue. Sum will be an eigenvalue. Eigenvalue. Okay. So here one of the eigenvalue is 15, which is a real value. So correct option is option C. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള മെട്രിക്സ് വരുമ്പോൾ ഇതിന്റെ റോ വൈസ് സം ഇപ്പൊ 1 1 1 1 എല്ലാം 1 ആയിട്ട് വരികയാണെങ്കിൽ റോ വൈസ് സം എടുക്കുക. ദാറ്റ് സം വിൽ ബി eigen value. Okay, റോ വൈസ് സം എടുത്തു കഴിഞ്ഞാൽ you will get eigen value. If all sums are equal, എല്ലാ റോയുടെയും സം ഈക്വൽ ആയിട്ട് വരുമ്പോൾ that sum will give an eigen value. So in this case, eigen value is 15. ഋതു അതിന്റെ കറസ്പോണ്ടിങ് eigen vector എന്താണെന്ന് പറയാൻ പറ്റുമോ? So what is corresponding eigen vector? Eigen vector corresponding to eigen value 15. 15. ഏതായിരിക്കും? 15 into 1 2 3 4. അതാണ് eigen vector വരിക. കോളം വെക്ടർ ആയിട്ട് വരുമ്പോ 1 1 1 1 1 1 1. യെസ്, ഈ കേസിൽ എല്ലാത്തിലും 1 1 1 1 1 1. This will be eigen vector. ഓക്കെ, സം ഈക്വൽ ആയിട്ട് വരുമ്പോൾ സം ആയിരിക്കും ഒരു eigen value and corresponding eigen vector will be 1 1 1 1. ഓക്കെ, ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ a into 1 1 1 1 will be 15 15 15 15 15 ഈക്വൽ ആയിരിക്കുമല്ലോ. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ സം വൈസ് റോ വൈസ് സം ഈക്വൽ ആയിട്ട് വരുമ്പോൾ that sum will give eigen value and corresponding eigen vector will be 1 1 1 1 1. ഇത് എല്ലാ കേസിലും അപ്ലിക്കബിൾ ആണ് കേട്ടോ. മെട്രിക്സിന്റെ കേസിൽ എല്ലാത്തിലും അപ്ലിക്കബിൾ ആയി. എല്ലാവർക്കും ഇത് മനസ്സിലായോ? ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. വലിയ ഇത്തരം മെട്രിക്സസ് ഒക്കെ വരുമ്പോൾ അതിനകത്ത് ഇത് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, ശ്രിത, റൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Consider the matrix P 1 by root 2 0 1 by root 2 0 1 0 1 0 1 0 minus 1 by root 2 0 1 by root 2. Which of the following statement about P is incorrect? Which of the following statement about P is incorrect? ഒന്ന് ചെക്ക് ചെയ്യൂ. ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് നോക്കും. Which of the following statements about which one of the following statements about P is incorrect? Option Dheeraj, P ആണ്. P is orthogonal. അപ്പൊ ആ പ്രോപ്പർട്ടി എന്താണ് ധീരജ്? പ്രോപ്പർട്ടി ഓർത്തോഗണൽ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? P into P transpose
should be equal to identity matrix. ഇതാണ് നമ്മൾ എന്താ പ്രോപ്പർട്ടി P into P transpose identity matrix ആണെങ്കിൽ P is orthogonal അല്ലേ? P transpose into P equal to, yes, P is orthogonal. P is orthogonal if P into P transpose equal to identity matrix. ഇതാണ് condition. Yes, P is orthogonal. Orthogonal ആണ് അല്ലേ? So answer is D. Incorrect ആയിട്ട് വരുന്നതാണ്. Incorrect ആയിട്ട് വരുന്നതാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. So incorrect ആയിട്ട് വരുന്ന സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഓപ്ഷൻ ഓപ്ഷൻ P of minus 1. P inverse equal to P trans. Yes, that's right. P inverse orthogonal means condition correct. We know that P into P inverse equal to identity matrix. So which means that P inverse equal to P transpose. Orthogonal matrix anangil ee condition satisfied. P inverse is simply equal to P transpose. So ഈ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കാണും. Determinant of P equal to 1 by root 2 into 1 by root 2 plus 1 by root 2 into 0, 1 by root 2. So 1 by 2 plus 1 by 2 equal to 1. So determinant of P equal to 1. And you can also show that P into P transpose equal to identity matrix. So inverse of P orthogonal anengil P inverse equal to P transpose. So all these properties will be satisfied. P is not a real symmetric matrix. Symmetric alla. P is not symmetric. So all eigenvalues are real numbers ennu parayunnathu correct alla. So option D is the incorrect statement about P. So D is the right answer. All eigenvalues of P are real numbers. ആണെങ്കിൽ P should be a symmetric matrix. ഇവിടെ നെഗറ്റീവ് സൈൻ വന്നതുകൊണ്ട് ഈ ഓർത്തോഗണൽ മാട്രിക്സ് ആണ് ബട്ട് നോട്ട് സിമെട്രിക്. So right answer is option D. Let's discuss them. ഇതെല്ലാവർക്കും ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ ആ ഒരു പോർഷൻ കംപ്ലീറ്റ് ആയിരിക്കാം. ഓക്കെ, അപ്പൊ ഇനി നമ്മള് ഏഗൻ വാല്യൂ, ഏഗൻ വെക്ടേഴ്സ്, ആ ഒരു സെക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ്. നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തിട്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. പുതിയൊരു ടോപ്പിക്ക് കാലി ഹാമിൽട്ടൺ തിയറം, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമുക്ക് നമ്മുടെ സിലബസിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാം. സിലബസ് ഒന്ന് നോക്കാം. നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത് മാട്രിക്സ് അൾജിബ്ര, സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ്, റോ എക്കലൻ ഫോം ആൻഡ് റാങ്ക് ഓഫ് എ മാട്രിക്സ്. യെസ്, അത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഫണ്ടമെന്റൽ തിയറം ഓഫ് ലീനിയർ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ്, അതിന്റെ കണ്ടീഷൻസ് ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഏഗൻ വാല്യൂ, ഏഗൻ വെക്ടേഴ്സ്. ഇനി മെട്രിക്സിന്റെ ബേസിക് പ്രോപ്പർട്ടി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇത് കൂടാതെ നമ്മൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന ടോപ്പിക്കാണ് കാലി ഹാമിൽട്ടൺ തിയറം. അപ്പൊ അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. അതുപോലെ തന്നെ ബേസിക് മെട്രിക്സിന്റെ അൾജിബ്ര, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് കുറച്ച് ചെയ്യാം. അതൊന്നും ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല, കാരണം ബേസിക് പ്രോപ്പർട്ടിയാണ്. അതായത് ട്രാൻസ്പോസ് വരുന്ന, ഇൻവേഴ്സ് കാണുന്നത്, ആ ഒരു കാര്യങ്ങൾ നമുക്ക് പ്രോബ്ലം ചെയ്തിട്ട് അങ്ങനെ ഡിസ്കഷൻ പോലെ ആ ഒരു ടോപ്പിക്ക് നമുക്ക് കവർ ചെയ്ത് പോവാം. ഓക്കെ, അപ്പൊ ഇന്നടുത്തതിൽ നമുക്ക് പ്രധാനപ്പെട്ട ടോപ്പിക്ക് ഈഗൻ വാല്യൂ ആൻഡ് ഈഗൻ വെക്ടേഴ്സ് എന്നുള്ള ടോപ്പിക്കാണ്. നമുക്ക് ആ ടോപ്പിക് ഒന്ന് ജസ്റ്റ് റിവൈസ് ചെയ്യാം. അടുത്ത ക്ലാസ്സോടെ നമുക്ക്
ഈ ഒരു ടോപ്പിക്കിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യാൻ പറ്റും, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മളൊന്ന് ഹോമോജിനസ് നോൺ ഹോമോജിനസ് സിസ്റ്റം അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്ത ശേഷം നമ്മൾ eigen വാല്യൂ, eigen വെക്റ്റർ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. പ്രോപ്പർട്ടീസ് ഓഫ് eigen വാല്യൂസ് ആൻഡ് eigen വെക്ടേഴ്സ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. സോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അതിന്റെ ബാക്കി പോർഷനും കൂടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു യൂണിറ്റ് അവസാനിപ്പിക്കാം. പിന്നെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. താങ്ക് യു.